ഹായ് ഫ്രണ്ട്സ്, ജെയിംസ് ജോസഫ്. നമ്മൾ മിച്ചഭൂമിയുടെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് മിച്ചഭൂമി കേസുകളെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ നിയമത്തെ ഒന്ന് അപഗ്രഥിക്കുകയാണ്. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം സംസ്ഥാനത്തെ താലൂക്ക് ലാൻഡ് ബോർഡിൽ 1970 മുതൽ ആരംഭിച്ചിട്ടുള്ള കേസുകൾ ഇപ്പോഴും തീർപ്പാക്കാനായിട്ട് അവശേഷിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. മിച്ചഭൂമി കേസുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംജ്ഞയാണ് സീലിംഗ് ഏരിയ എന്നുള്ളത്. ഇതെന്താണെന്നൊന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആദ്യം തുടക്കത്തിൽ തന്നെ. കേരളത്തിൽ 1/1/1970 അതിനുശേഷമോ ആരും തന്നെ സീലിംഗ് ഏരിയയിലധികം ഭൂമി കൈവശം വയ്ക്കാൻ പാടില്ല. 83-ാം വകുപ്പിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സീലിംഗ് ഏരിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക കോൺസെപ്റ്റായിട്ടാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അതായത് ഈ 81-ാം വകുപ്പിൽ കേരള ഭൂപരിഷ്കരണ നിയമം 81-ാം വകുപ്പ് പ്രകാരം നമുക്ക് മിച്ചഭൂമിയായിട്ട് ഏറ്റെടുക്കുവാൻ പാടില്ലാത്ത 18 തരം ഭൂമികളെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഈ ഭൂമികൾ ഒഴിച്ച് ബാക്കി ഭൂമിയെയാണ് സീലിംഗ് ഏരിയ ബാധകമായിട്ടുള്ള ഭൂമി എന്ന് പറയുന്നത്. കേരളത്തിൽ ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ അല്ലെങ്കിൽ കമ്പനിക്കോ കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി എത്രയാണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 82-ാം വകുപ്പിലാണ്. ഒരു വ്യക്തിയുടെ സീലിംഗ് പരിധി നിർണ്ണയിച്ച് മിച്ചഭൂമി ഉണ്ടെങ്കിൽ ആയത് നിർണ്ണയിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുവാനുള്ള നിയമപരമായിട്ടുള്ള അധികാരം താലൂക്ക് ലാൻഡ് ബോർഡുകൾക്കാണുള്ളത്. മിച്ചഭൂമി സംബന്ധിച്ചിട്ടുള്ള നടപടികൾ 85-ാം വകുപ്പിലാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. 1/1/1970 കേരളത്തിൽ പരിധിയിലധികം ഭൂമി ഉണ്ടായിരുന്നവരെ സംബന്ധിച്ച് സ്വീകരിക്കേണ്ട നടപടികളാണ് 85-ാം വകുപ്പിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. എന്നാൽ 1/1/1970 തീയതിയിൽ പരിധിക്കധികം ഭൂമിയിലുണ്ടായിരുന്നവർ പരിധിക്കധികമുള്ള ഭൂമി സർക്കാരിലേക്ക് സറണ്ടർ ചെയ്യണമെന്ന് 85(1) ആണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പരിധിയിലധികം ഭൂമി ഉണ്ടായിരുന്നവർ 3 മാസത്തിനകം ഫോം 1-ൽ സീലിംഗ് ഏരിയ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് 85(2) വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് 1/1/1970 ആണ്. ഞാൻ ഇതുവരെ പറഞ്ഞത് 1/1/1970 എന്ന ദിവസത്തിൽ പരിധിയിലധികം ഭൂമി ഉണ്ടായിരുന്നവർക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചാണ്. ഇനി അതിനുശേഷം, അതായത് 1/1/1970 ശേഷമുള്ള തീയതിയിൽ, അതായത് 2/1/1970 മുതൽ കേരളത്തിൽ ആരെങ്കിലും പരിധിക്കധികം ഭൂമി ആർജിച്ചാലുള്ള നടപടികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 87-ാം വകുപ്പിലാണ്. ഇവർ പരിധിക്കധികമുള്ള ഭൂമി സർക്കാരിലേക്ക് സറണ്ടർ ചെയ്യണമെന്ന് 87(1)ൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്രകാരം പരിധിയിലധികം ഭൂമി ആർജിക്കുന്നവർ 3 മാസത്തിനകം ഫോം 1A-യിൽ സീലിംഗ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് 87(1A)യിലാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഇപ്രകാരം സീലിംഗ് റിട്ടേൺ ഫയൽ ചെയ്യാത്തവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക? സീലിംഗ് പരിധിയിലധികം ഭൂമി ആർജിച്ചിട്ടും സീലിംഗ് റിട്ടേൺ ഫയൽ ചെയ്യാത്തവർക്കെതിരെ ലാൻഡ് ബോർഡിന് സ്വമേധയാ സോമോട്ടോ സീലിംഗ് കേസ് ആരംഭിക്കാവുന്നതാണ്. 85(7) വകുപ്പിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഇക്കാര്യമാണ്. അതായത് 1/1/1970 തീയതിക്ക് ശേഷം കേരളത്തിൽ ആരുടെയെങ്കിലും ഭൂപരിധി അധികരിക്കുന്നുണ്ടോ എന്ന നിരന്തര പരിശോധനയാണ് ലാൻഡ് ബോർഡുകളും റവന്യൂ ഉദ്യോഗസ്ഥരും നിർവഹിക്കേണ്ടത്. താലൂക്ക് ലാൻഡ് ബോർഡുകൾക്കും സ്വമേധയാ കേസുകൾ, മിച്ചഭൂമി കേസുകൾ ആരംഭിക്കാവുന്നതാണ്. എന്നാൽ ഇപ്രകാരം സ്വമേധയാ കേസുകൾ ആരംഭിക്കുന്നതിനായി സ്റ്റേറ്റ് ലാൻഡ് ബോർഡിൻ്റെ അംഗീകാരം വാങ്ങിയേ തീരൂ. ഇനി എങ്ങനെയാണ് മിച്ചഭൂമി കേസ് ആരംഭിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് പബ്ലിക്കേഷൻ ഓഫ് ഡ്രാഫ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മിച്ചഭൂമി കേസ് ആരംഭിക്കുന്നതിൻ്റെ ആദ്യ പടിയായി ഫോറം 2-ൽ ഡ്രാഫ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. ഡ്രാഫ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രസിദ്ധീകരിക്കാതെ ആരംഭിക്കുന്ന മിച്ചഭൂമി കേസുകൾക്ക് നിയമപരമായ നിലനിൽപ്പില്ല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം പരിധിയിലധികം ഭൂമി ആർജിച്ചിട്ടുള്ള വ്യക്തിക്കെതിരെ നൽകുന്ന കുറ്റപത്രമാണ് ഡ്രാഫ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതിന്മേലുള്ള ആക്ഷേപമാണ് വിചാരണ വേളയിൽ കക്ഷികൾ ഉന്നയിക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ഡ്രാഫ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിഷ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഡ്രാഫ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിഷ് ചെയ്യേണ്ടത് 1970 കേരള ഭൂപരിഷ്കരണ സീലിംഗ് ചട്ടങ്ങൾ അനുശാസിക്കുന്ന പ്രകാരമായിരിക്കണം. അതായത് റൂൾസ് പ്രകാരമായിരിക്കണം. നിയമാനുസൃതം നൽകേണ്ട നോട്ടീസുകൾ ഫോറം 3 നോട്ടീസ് കക്ഷികൾക്ക് നൽകുകയും പബ്ലിക് നോട്ടീസ് ഫോറം 4-ൽ പ്രസിദ്ധീകരിക്കുകയുമാണ് വേണ്ടത്. പ്രൊസീഡിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലോ, പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് തുടങ്ങിയ പ്രാഥമിക നിയമങ്ങൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം. ഇപ്രകാരം നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് ആക്ഷേപങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. ഡ്രാഫ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനുമേൽ
കക്ഷികൾക്ക് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് പാർട്ടീസിനുള്ള ആക്ഷേപങ്ങൾ താലൂക്ക് ലാൻഡ് ബോർഡ് മുൻപാകെ റിട്ടേൺ ആയിട്ട് നമ്മൾ സമർപ്പിക്കണം. തെളിവുകളുണ്ടെങ്കിൽ അതും സമർപ്പിക്കാവുന്നതാണ്. ഡ്രാഫ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും കക്ഷികളുടെ ക്ലെയിംസും പരിശോധിച്ച് തർക്ക വിഷയങ്ങൾ, അതായത് ഫ്രെയിമിംഗ് ഓഫ് ഇഷ്യൂസ്, തീരുമാനമെടുക്കേണ്ട വിഷയങ്ങൾ ഓരോന്നായിട്ട് രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ആ കൺസേൺഡ് റവന്യൂ ഓഫീസറുടെ ജോലി. തർക്ക വിഷയങ്ങൾ സംബന്ധിച്ച് കൂടുതൽ പരിശോധന ആവശ്യമാണെങ്കിൽ ഓതറൈസ്ഡ് ഓഫീസർ മുഖാന്തരം അന്വേഷണം നടത്തണം. ഇതിനായിട്ട് എല്ലാ താലൂക്ക് ലാൻഡ് ബോർഡുകളിലും ഓതറൈസ്ഡ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റവന്യൂ ഇൻസ്പെക്ടർമാർ കുറയാത്ത ഏതൊരു ഉദ്യോഗസ്ഥനെയും ഓതറൈസ്ഡ് ഓഫീസറായി ചുമതലപ്പെടുത്തുവാൻ താലൂക്ക് ലാൻഡ് ബോർഡിന് നിയമപരമായിട്ടുള്ള അധികാരമുണ്ട്. ഒരു മിച്ചഭൂമി കേസിൽ ഏത് പോയിന്റ് സംബന്ധിച്ചിട്ടാണ് അല്ലെങ്കിൽ ഏത് വിഷയം സംബന്ധിച്ചിട്ടാണ് അന്വേഷണം നടത്തേണ്ടത് എന്ന് ഓതറൈസ്ഡ് ഓഫീസർക്ക് രേഖാമൂലം എഴുതി നൽകണം. ഇപ്രകാരം ഓതറൈസ്ഡ് ഓഫീസർക്ക് ഒബ്ജെക്ഷൻസും ക്ലെയിംസും എല്ലാം കിട്ടി, എവിഡൻസും എല്ലാം കിട്ടി. ഓതറൈസ്ഡ് ഓഫീസർ അന്വേഷണം ആരംഭിച്ചു. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? വിചാരണയ്ക്കുള്ള തീയതി നിശ്ചയിക്കണം. സിറ്റിങ്ങിൻ്റെ വിവരം താലൂക്ക് ലാൻഡ് ബോർഡ് മെമ്പർമാരെയും കക്ഷികളെയും മുൻകൂട്ടി രേഖാമൂലം അറിയിക്കണം. വിചാരണ വേളയിൽ കക്ഷികളുടെ കൂടുതൽ അവകാശവാദങ്ങൾ കേൾക്കണം. കൂടുതൽ തെളിവുകൾ ഹാജരാക്കുവാൻ അവസരം നൽകണം. അന്വേഷണം ആവശ്യമായ വിഷയങ്ങൾ ഓതറൈസ്ഡ് ഓഫീസർമാർക്ക് വീണ്ടും നൽകേണ്ടതായിട്ടുണ്ട്. ഓരോ കേസിലും കക്ഷിയുടെ ഫാമിലി സ്റ്റാറ്റസ്, ഭൂപരിധി മറികടന്ന തീയതി എന്നിവ നിർണ്ണയിക്കണം. ഭൂപരിധി മറികടന്ന തീയതിയിൽ കക്ഷിക്ക് ആകെ എത്ര ഭൂമിയാണ് ഉള്ളത് എന്നാണ് നിശ്ചയിക്കേണ്ടത്. ഇപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ഭൂമിയുടെ വിസ്തീർണത്തിൽ നിന്നും 6 തരം ഭൂമികൾ വിസ്തീർണം കണ്ടെത്തി നമ്മൾ കുറവ് വരുത്തണം. അതിൽ ഒന്നാമതായിട്ട് 81-ാം വകുപ്പിൽ പ്രതിപാദിക്കുന്ന ഭൂമികൾ, രണ്ടാമതായിട്ട് കുടിയാന്മാർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമികൾ, മൂന്നാമതായിട്ട് കുടികിടപ്പുകാരൻ കൈവശം വെച്ചിരിക്കുന്ന ഭൂമികൾ, നാലാമതായിട്ട് 7E വകുപ്പ് ബാധകമായിട്ടുള്ള ഭൂമികൾ, അഞ്ചാമതായിട്ട് നിയമവിധേയമായിട്ടുള്ള ഭൂമി കൈമാറ്റങ്ങൾ, ആറാമതായിട്ട് രേഖകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും കൈവശത്തിലില്ലാത്തതായിട്ടുള്ള ഭൂമികൾ. ഈ 6 തരം ഭൂമികളുടെ വിസ്തീർണം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഭൂമിയുടെ വിസ്തീർണത്തിൽ നിന്നും കുറവ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ 6 വിധത്തിലുള്ള കുറവുകൾ വരുത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭൂമിയിൽ നിന്ന് ആ വസ്തു ഉടമസ്ഥന് അല്ലെങ്കിൽ കുടുംബത്തിന് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ വിസ്തീർണം നിശ്ചയിക്കുകയാണ് വേണ്ടത്. അതും കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതാണ് മിച്ചഭൂമി. മിച്ചഭൂമി ഉണ്ടെന്ന് നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ഏത് ഭൂമിയാണ് സറണ്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആരാഞ്ഞ് കക്ഷിക്ക് ഇൻറ്റിമേഷൻ നൽകുകയാണ് വേണ്ടത്. അതായത് ഓപ്ഷൻ ഫയൽ ചെയ്യുവാൻ കക്ഷിക്ക് അവകാശമുണ്ട്. അതിനുള്ള അവസരം നൽകണം. നിയമവിരുദ്ധമായിട്ടുള്ള ഭൂമി കൈമാറ്റങ്ങൾ നടത്തിയിട്ടുള്ളതായിട്ട് കണ്ടെത്തിയാൽ എന്ത് ചെയ്യണം? അസസിയോ ഡിക്ലറൻറ്റോ KLR ആക്റ്റിൽ വിലക്കിയിട്ടുള്ള ഏതെങ്കിലും ഭൂമി കൈമാറ്റങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം കൈമാറ്റങ്ങൾ നടത്തിയിട്ടില്ല എന്നതുപോലെ, ഒരിക്കൽ കൂടി പറയാം, അത്തരം കൈമാറ്റങ്ങൾ നടത്തിയിട്ടില്ല എന്നതുപോലെ പരിഗണിച്ച് ആ വ്യക്തിയുടെ മിച്ചഭൂമി നിർണ്ണയിക്കുകയാണ് വേണ്ടത്. മിച്ചഭൂമി നിർണ്ണയം നടത്തിയതിന് ശേഷം അസസി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്ന് വേണം മിച്ചഭൂമി ഏറ്റെടുക്കുവാനായിട്ട് ഉത്തരവ് പാസ്സാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ കൈവശം ഭൂമി ഇല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഹോൾഡിംഗായി കൈവശം വയ്ക്കാൻ അനുവദിച്ച ഭൂമിയിൽ നിന്നാവണം മിച്ചഭൂമി ഏറ്റെടുക്കാൻ ഉത്തരവാകേണ്ടത്. അസസി അല്ലെങ്കിൽ ഡിക്ലറൻ്റ് ഭൂമി കൈമാറ്റം നടത്തിയതിലൂടെ ഭൂമി കൈമാറി കിട്ടിയ ആളിൽ നിന്ന് യാതൊരു കാരണവശാലും ഭൂമി ഏറ്റെടുക്കുവാൻ ഉത്തരവിടാൻ പാടില്ല എന്ന് 85(4), 85(6) വകുപ്പുകളിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. മിച്ചഭൂമിയായിട്ട് ഒരു വസ്തു പ്രഖ്യാപിക്കുന്നതിനുള്ള വിലക്ക് 4 തരം ഭൂമിക്ക് കൂടിയുണ്ട്. മിച്ചഭൂമിയായിട്ട് കണ്ടെത്തുന്ന ഭൂമിയിൽ അസസിക്ക് ഡിക്ലറൻറ്റിന് ശരിയായ ഉടമസ്ഥാവകാശം ഇല്ലെങ്കിൽ നമുക്കത് മിച്ചഭൂമിയായിട്ട് എടുക്കാൻ പറ്റില്ല. രണ്ടാമതായിട്ട് പ്രസ്തുത ഭൂമിയിൽ കൈവശാവകാശം ഇല്ലെങ്കിൽ നമുക്കത് മിച്ചഭൂമിയായിട്ട് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ആ ഭൂമിയിൽ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ മിച്ചഭൂമിയായിട്ട് നമുക്കത് ഏറ്റെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സർക്കാരിലേക്ക് ഭൂമി കൈവശപ്പെടുത്തുന്നത് പ്രായോഗികമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് മിച്ചഭൂമിയായിട്ട് ഏറ്റെടുക്കാൻ പ്രഖ്യാപനം നടത്തുവാനായിട്ട് പാടില്ല. 85(6) സെക്ഷനിലാണ് ഇക്കാര്യം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. മിച്ചഭൂമി നിർണ്ണയിക്കുമ്പോൾ മറ്റാളുകളുടെ കൈവശത്തിന് ഹാനി ഉണ്ടാകുവാനിടയുണ്ടെങ്കിൽ അപ്രകാരം ഹാനി ഉണ്ടാകുന്ന ആളുകളെ നിർബന്ധമായും കേട്ടതിന് ശേഷം മാത്രമേ ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരം സാഹചര്യങ്ങളിൽ ഉചിതമായിട്ടുള്ള ഉത്തരവ് വേണം താലൂക്ക് ലാൻഡ് ബോർഡ് പുറപ്പെടുവിക്കേണ്ടത്. വകുപ്പ് 85(6)(c), അതായത് സാങ്കേതികമായ ഉത്തരവുകൾക്ക് പകരം ജനങ്ങൾക്ക് നീതി നടപ്പാക്കുന്ന തരത്തിലുള്ള ഉത്തരവുകളായിരിക്കണം പുറപ്പെടുവിക്കേണ്ടത്. അതായത് താലൂക്ക് ലാൻഡ് ബോർഡിൻ്റെ ഉത്തരവിലൂടെ ഒരു വ്യക്തി ഭൂരഹിതനാകുന്നതോ ഭൂമി നഷ്ടപ്പെടുന്നതോ ആയ സാഹചര്യം ഉണ്ടാവാൻ പാടില്ല.
കക്ഷികളുടെ ഓരോ അവകാശവാദങ്ങളും നിയമവ്യവസ്ഥകളുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ച് വേണം തീരുമാനമെടുക്കുവാൻ. ഇവയെല്ലാം ഉൾപ്പെടുത്തി അന്തിമ ഉത്തരവും പുറപ്പെടുവിക്കേണ്ടതായിട്ടുണ്ട്. ഉത്തരവിനോടൊപ്പം ഫോറം 5 അനുബന്ധമായിട്ട് ചേർത്തിരിക്കണം. മിച്ചഭൂമി സറണ്ടർ ചെയ്യുന്നതിനെന്ന് കാണിച്ച് ഫോം 9 കക്ഷികളുടെ അറിയിപ്പ്, ഫോം 10 ഭൂമി ഏറ്റെടുക്കേണ്ട ഉദ്യോഗസ്ഥനുള്ള ഓതറൈസേഷൻ എന്നിവയും അനക്ഷറായിട്ട് തയ്യാറാക്കിയിരിക്കണം. ഭൂമി ഏറ്റെടുക്കേണ്ട ജോലികൾ നിർവഹിക്കാനുള്ള അധികാരം താലൂക്ക് ലാൻഡ് ബോർഡിനല്ല, അതാത് റവന്യൂ ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. ഇത് താലൂക്ക് തഹസിൽദാർമാരായിരിക്കും മിക്കവാറും ഈ ദൗത്യം നിർവഹിക്കാറുള്ളത്. 1963 ഭൂപരിഷ്കരണ നിയമപ്രകാരം മിച്ചഭൂമി നിർണ്ണയിക്കുന്ന രീതിയും തുടർന്ന് ഭൂമി ഏറ്റെടുക്കുന്നത് വരെയുള്ള നടപടിക്രമങ്ങളുമാണ് ഈ വീഡിയോയിൽ ഈ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർക്കും വസ്തു ഉടമകൾക്കും ഒക്കെ ഇത് പ്രയോജനപ്രദമായി കാണുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് കരുതുന്നു. അടുത്ത ഒരു ദിവസം മൂന്നാമത്തെ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരാം. ബെല്ലൈക്കൺ അമർത്തി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.